വെഡിങ്ങിന് ഗ്രൂമിന്റെ സ്റ്റൈലിംഗിൽ കൺസിഡർ ചെയ്യേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ഓപ്ഷൻ ഇസ് ബ്രൂച്ച്. ബ്രൂച്ച് എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് ബ്രൂച്ചിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ബ്രൈഡിന്റെ ഡ്രസ്സിന്റെ ഡീറ്റെയിൽ അനുസരിച്ച് വേണം ഗ്രൂം ബ്രൂച്ച് സെലക്ട് ചെയ്യാൻ. ബ്രൈഡിൻ്റെത് റെഡ് ആൻഡ് ആന്റി ഗോൾഡ് ഡീറ്റെയിൽസ് ഉള്ള ലെഹങ്കയാണെങ്കിൽ ഗ്രൂമിന് നമുക്ക് ആന്റി ഗോൾഡ് ഡീറ്റെയിൽസ് ഉള്ള ബ്രൂച്ച് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് ഇസ് പോക്കറ്റ് സ്ക്വയർ. ചെറിയൊരു കാര്യമാണ്, പക്ഷെ ഹൈ ഇമ്പാക്ട് തരുന്ന ഒരു സ്റ്റൈലിംഗ് ടിപ്പാണിത്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാരിയുടെ ബ്ലൗസ് കളറായിട്ട് മാച്ച് ചെയ്യാം, അല്ലെങ്കിൽ സാരിയുടെ ബോർഡർ കളറായിട്ട് മാച്ച് ചെയ്യാം, അല്ല ഇനി ഏത് മെറ്റൽ ടോൺ ആണ് നമ്മുടെ ഇൻ ടോട്ടൽ ബ്രൈഡിന്റെ അറ്റയറിൽ വരുന്നത് അതായിട്ട് വേണമെങ്കിലും മാച്ച് ചെയ്യാം. ഇനി സിൽക്ക് ഫാബ്രിക്സിലൊക്കെയാണ് ബ്രൈഡിന്റെ അറ്റയർ വരുന്നതെങ്കിൽ അതിന്റെ ചെറിയൊരു പീസ് എടുത്ത് പോക്കറ്റ് സ്ക്വയർ ആയിട്ട് കൺവേർട്ടും ചെയ്തെടുക്കാം. ഇനി ബ്രൂച്ചും പോക്കറ്റ് സ്ക്വയർ രണ്ടും കമ്പൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രൂച്ച് ഹെവി ആണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള പോക്കറ്റ് സ്ക്വയർ യൂസ് ചെയ്യാൻ നോക്കുക, ലൈറ്റ് ആണെങ്കിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള പോക്കറ്റ് സ്ക്വയർ യൂസ് ചെയ്യാൻ നോക്കുക. നെക്സ്റ്റ് ഇസ് വാച്ച്. വാച്ചിൽ നമ്മൾ യൂഷ്വലി ഇടുന്ന സ്പോർട്സ് വാച്ച് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ ഫിറ്റ്നസ് ബാൻഡ്സും അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് വളരെ ക്ലാസിക് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. നെക്സ്റ്റ് ഇസ് കഫ്ലിങ്സ്. ഇത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ ഇപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു അറ്റയർ ആണെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ്ഡ് കഫ്ലിങ്സ് ഒക്കെ നേരത്തെ ടൈം ഉണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ വെഡിങ് ഡേറ്റ് എൻഗ്രേവ് ചെയ്യാം, ഇനീഷ്യൽസ് എൻഗ്രേവ് ചെയ്തെടുക്കാം. ഇനി അല്ല കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു അറ്റയർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള കഫ്ലിങ്സും യൂസ് ചെയ്യാം. ഇത് കൂടാതെ ഫുട്വെയർസിലാണെങ്കിലും നെക്ക് പീസസിലൊക്കെ ആണെങ്കിലും നമുക്ക് ഗ്രൂമിനെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്റ്റൈൽ ചെയ്തെടുക്കാം. ഇതെല്ലാം നമുക്ക് പാർട്ട് 2 ഡിസ്കസ് ചെയ്യാം.